പെറ്റ് കാർണിവലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രതീഷ് എന്നാണ്. ഇതെൻ്റെ മോള് അർമിത. നമ്മളെ ഈ പെറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയി തുടങ്ങിയിട്ട് ഒരു മോർ ദാൻ ഒരു 20 ഇയേഴ്സ് ആയിട്ടുണ്ട്. അത് ഡോഗ്സ് ആയിരുന്നാലും ബേർഡ്സ് ആയിരുന്നാലും എക്സോട്ടിക് ബേർഡ്സ് അങ്ങനെയുള്ള എല്ലാ വിഭവം ഇണത്തി വളർത്തുക, അതിൻ്റെ അസുഖങ്ങൾ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 ഇയേഴ്സ് ആയിട്ട് ഇതിൻ്റെ ഒരു ക്രേസും പാഷനേറ്റും കൊണ്ടാണ് ഇതിൻ്റെ പുറകെ ഉള്ള ഒരു യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 15 വർഷത്തിന് മേളിലോട്ടാവുന്നുണ്ട്. ഒരു ബിസിനസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 8 ഇയേഴ്സേ ആവുന്നുള്ളൂ. അതിന് മുന്നേ ഒരു ചെറിയ ഫാംസും ഡോഗ്സിൻ്റെ ട്രെയിനിങ്, ബോർഡിങ്, ഹോസ്റ്റിംഗ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 ഇയേഴ്സ് ആവുന്നു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഷോപ്പിനകത്ത് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എക്സോട്ടിക് ബേർഡ്സിൻ്റെയും അത് ട്രെയിൻഡ് ആയിട്ടുള്ള ബേർഡ്സ്, കുഞ്ഞുങ്ങൾ എല്ലാം അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഉണ്ട്. എക്സോട്ടിക് ബേർഡ്സ് എന്ന് പറയുന്നത് ഈവൻ ദോ മെക്കാവോസ്, ഗ്രേ പാരറ്റ് അങ്ങനെയുള്ള ഇണക്കിയുള്ള സംസാരിക്കുന്ന എല്ലാ ബേർഡ്സും, അതുപോലെ തന്നെ ഡോഗ്സ്, ഈവൻ ദോ കുഞ്ഞു കുട്ടികൾ എല്ലാ ഡോഗ്സും അവൈലബിൾ ആണ്. പെറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ഫീഡ് സപ്ലിമെൻറ്റ്സും, ഡോഗിന് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, ബേർഡ്സിന് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ പരിപാലിക്കേണ്ടത്, അതിൻ്റെ വൈറ്റമിൻസ്, സപ്ലിമെൻറ്റ്സ് ഇതെല്ലാം നമ്മുടെ അവൈലബിൾ ഉണ്ട്. സ്ഥാപനത്തിൻ്റെ പേര് പെറ്റ്സ് ലൈഫ് എന്നാണ്. ഇത് കാരക്ക മണ്ഡപം ജംഗ്ഷനിൽ തന്നെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ പമ്പിൻ്റെ കൂടെ ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് 8 കിലോമീറ്റേഴ്സാണ്, NH റോഡിലാണ് വരുന്നത്. ഇത് കൊക്കാറ്റോ ഇനത്തിൽപ്പെട്ട അംബ്രല്ല കൊക്കാറ്റോ ആണ്. ഇതിൻ്റെ സീഡ്സ്, ഇതിൻ്റെ മെയിൻ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്ന സീഡ്സ് ആണ്. ഫ്രൂട്ട്സ് അങ്ങനത്തുള്ള എല്ലാ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സീഡ്, നട്ട്സ്, ഫ്രൂട്ട്സ് എല്ലാം ഇതിന് വളരെ വലിയ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇതിനെ ഇപ്പം നമ്മൾ ഇണക്കിയാണ് വെച്ചിരിക്കുന്നത്. നോർമലി ഇങ്ങനെ ഇണക്കുകയാണെങ്കിൽ എല്ലാവർക്കും യൂസായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ കുഞ്ഞ് തന്നെയാണ് ഇത് മെയിനായിട്ട് ഇതിന് ഫീഡ് കൊടുക്കുകയും ഇതിനെ പരിപാലിക്കുകയും ചെയ്തിട്ട് അവളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് ഇതിന്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് കുഞ്ഞുങ്ങളോട്. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിലാണ് നമ്മളിതെടുത്ത് ടൈം ചെയ്യുന്നത്. ഇതിന് ഒരു തൂവൽ പോലും വരാത്ത ഒരു ടൈമിൽ നമ്മളെടുത്ത് സ്വന്തമായിട്ട് ഹാൻഡ് ഫീഡൊക്കെ കൊടുത്ത് അങ്ങനെ വലുതാക്കി എടുക്കുന്നത് നമ്മളോട് എപ്പോഴും ഒരു നല്ലൊരു അറ്റാച്ച്മെൻറ്റ് നമ്മുടെ കൂടെ കാണും. ഇവർ ഒരു നോർമലി ഒരു 1 ഇയറൊക്കെ അടുപ്പിച്ചാകുമ്പോൾ നല്ലവണ്ണം സംസാരിച്ച് തുടങ്ങും. നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബേർഡാണ് ഇത്. നമ്മളോട് മനുഷ്യരുമായിട്ട് കുറച്ചും കൂടെ ഇടപെടുന്നതിന് ഏറ്റവും നല്ല ഇനത്തിൽപ്പെട്ട ഒരു ബേർഡാണ് ഈ കൊക്കാറ്റോ. ഇത് നമ്മൾ സർക്കസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് സൈക്കിൾ ഓട്ടുന്നതും ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഫ്രീക്വൻ്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ബട്ട് ഇത് കുഞ്ഞിലെ എടുത്ത് വളർത്തുകയാണെങ്കിൽ നമ്മളോടൊക്കെ ഭയങ്കരമായിട്ട് മനുഷ്യരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകി നിൽക്കുന്ന ഒരു ബേർഡാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളായിട്ടായിരുന്നാലും ശരി തന്നെയാണ്, നല്ല രീതിയിൽ അവർ ഇണക്കം നമ്മളോട് കാത്തു സൂക്ഷിക്കുന്നവരാണ് അവർ. ഇത് നമ്മൾ കുഞ്ഞു പരുവത്തിലൊക്കെ എടുക്കുമ്പം ഏകദേശം ഒരു 1,10,000 രൂപ, 1,20,000 രൂപ കുഞ്ഞ് തൂവൽ പോലും വരാത്ത ടൈമിലാവുന്നുണ്ട്. ഇത് വളർന്നു കഴിഞ്ഞാൽ 1,65,000 രൂപ വരെ വിലയുള്ളതാണ്. സംസാരിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വില പോലും അല്ല, അതിനേക്കാളും വലിയ വിലകളാണ് ഇതിനകത്ത് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള നല്ല ഡിമാൻഡുള്ള ബേർഡാണ് കൊക്കാറ്റോ. കൊക്കറ്റെയിൽ ഇനത്തിൽപ്പെട്ട ബേർഡാണ്. ഇതൊരു സിനമൺ പേൾ വിഭാഗത്തിൽ വരുന്നതാണ്. ഇതും ഇതുപോലെ തന്നെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇതിനെ എടുത്ത് നമ്മൾ ആഹാരം കൊടുത്ത് ഹാൻഡ് ഫീഡിങ് കൊടുത്ത് ഇണക്കിയെടുത്ത ബേർഡാണ്.
ഇതിൻ്റെ ആകുമ്പോൾ ഒരു ബഡ്ജറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നോക്കുമ്പോൾ അവർക്കൊരു കൊമേഴ്ഷ്യൽ ചെറിയൊരു എമൗണ്ട് എന്നുള്ള രീതിയിൽ ഒരു 3,500 ടു ഒരു 4,000 എന്നുള്ള രീതിയിലോട്ട് ഒരു ബഡ്ജറ്റിംഗ് എന്നുള്ള രീതിയിലോട്ട് ഈ ഒരു ബേർഡിന് ഇങ്ങനെയുള്ള ചെറിയ ബേർഡ്സും അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ലോറി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ബേർഡാണ്. ഇതിൻ്റെ പൊതുവേ ഉള്ള ഒരു ലോറി വിഭാഗത്തിൽ വരുന്ന ബേർഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് സാധാരണ നമ്മൾ ബേർഡിനോ ആ സ്പീഷീസിൽ വരുമ്പോൾ അവർക്ക് സീഡ്സ് നട്ട്സ് ഇതൊക്കെ ആയിരിക്കും നമ്മൾ പൊതുവേ ഇഷ്ടമുള്ള ഒരു കാര്യം. പക്ഷേ ഇവരെ സംബന്ധിച്ചോളം നമുക്ക് ഏതൊരു ഫുഡായിരുന്നാലും അത് ജ്യൂസായിട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ ഇവർക്ക് താല്പര്യമുള്ള ഒരു ഫുഡിൻ്റെ ആഹാര രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇതിന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പം ഒരുപാട് ഫുഡ് മിക്സുകൾ വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ വെള്ളത്തിനോടൊപ്പം തന്നെ ചൂടാക്കിയ വെള്ളത്തിൽ അത് പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെയും അതിന് ഫീഡിങ് കൊടുക്കാറുണ്ട്. പിന്നെ ഹണി ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഈ ലോറി വിഭാഗത്തിൽ വരുന്ന ബേർഡ്സിന് ബ്രീഡിങ്ങിനും അവരെല്ലാം അവരുടെ ഹെൽത്തിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് കുറച്ചും കൂടെ ഷുഗർ കണ്ടൻറ്റ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ബേർഡ് ടൈപ്പാണ് ആ സ്പീഷീസ് ലോറി വരുന്നത്. ഇപ്പോൾ കാണിച്ചത് അത് ലോറിയുടെ വിഭാഗത്തിൽ വരുന്ന ചാറ്ററിങ് ലോറീസാണ്. അതിനെ യെല്ലോ ബാക്ക് ചാറ്ററിങ് ലോറീസ് എന്നാണ് പറയുന്നത്. അതിന് നോർമലി മാർക്കറ്റിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പല രീതിയിൽ ബേർഡിനെ വളർത്തിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് എല്ലാത്തിലും വരാറുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു 1.10 മുതൽ 1.25 വരെ ഒരു പെയറിന്, ഒരു 30 വരെ ഇത് പെയറിന് വില മാർക്കറ്റിലുണ്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ ഒരു 90 രൂപ മുതൽ 95 വരെ ഒരു പെയർ കുഞ്ഞുങ്ങൾക്ക് വരും. അതിനെ നമുക്ക് ഹാൻഡ് ഫീഡ് സ്റ്റേജിലൊക്കെ എടുത്ത് വലുതാക്കി എടുക്കാവുന്നതാണ്. ഒരു കുഞ്ഞുങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഇണക്കവും വരുന്നതാണ്. അതുപോലെ തന്നെ പാരറ്റ് സംസാരിക്കുന്നത് പോലെ തന്നെ യൂട്യൂബിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പാരറ്റ് സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ലോറി ഇനത്തിൽപ്പെട്ട ഒരു ബേർഡാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ലോറി വിഭാഗത്തിൽ വരുന്ന ഇത് ലോറി കീറ്റ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ വരുന്നതാണ്. ലോറിയുടെ തന്നെയാണ് അത്, ഒരു ലോറി കീറ്റ് വിഭാഗത്തിൽ വരുന്നതാണ്. ഇതിൻ്റെ തന്നെ ഒരു ബ്രീഡിങ്ങും ഫുഡിൻ്റെ രീതിയും ആഹാര രീതിയും എല്ലാം ആ ലോറീസിനെ പോലെ തന്നെയാണ് ലോറി കീറ്റുകൾ. ബ്രീഡിങ് എന്ന് പറയുന്നത് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു 1 ഇയർ, ഒരു 16-17 മാസമൊക്കെ ആകുമ്പോൾ തന്നെ അത് ബ്രീഡിങ് സൈക്കിളിലോട്ട് പോകും. മറ്റേ ലോറീസൊക്കെ ആകുമ്പോൾ നമുക്ക് 2 ഇയേഴ്സ് വരെ എടുക്കും ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇതിൻ്റെ കളർ വെച്ചിട്ട് അത് 2 തരത്തിലുള്ള ലോറി കിഡ്സാണ് ആ കൂട്ടിൽ ഇപ്പോൾ കണ്ടത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഗ്രീൻ നാപ്ഡ് ലോറി കിഡ്സ് എന്ന് പറയും, ഒന്ന് സ്വൈസൻ ലോറീസാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു അഡൽട്ട് ബേർഡ് ഒരു പെയർ മേടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു 40 to 45 ബിറ്റ്വീൻ 50. പിന്നെ ടൈംഡ് ആയിട്ടുള്ള ബേർഡ്സ് എപ്പോഴും ഇച്ചിരി കൂടെ കോസ്റ്റ്ലി ആയിരിക്കും. കാരണം അതിന് വേണ്ടി വരുന്ന ഹാൻഡ് ഫീഡ് ഫോർമുല അതെല്ലാം നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതിന് വേണ്ടി എടുക്കുന്ന എഫേർട്ടോ ഇതെല്ലാം കൂടെ അത് പാരലൈസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു വില നിർണ്ണയിക്കുക.